വയനാട് പുനരധിവാസം അട്ടിമറിക്കാനുള്ള ഒരുപറ്റം മാധ്യമങ്ങളുടെയും യു.ഡി.എഫ് ബി.ജെ.പി നീക്കത്തിനുമെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ സി.പി.എം പ്രതിഷേധം. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തെ വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ചാണ് സി.പി.എം 4 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. വയനാട് പുനരധിവാസം തടസ്സപ്പെടുത്താനുള്ള വ്യാജ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സി.പി.എം 4 ദിവസത്തെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ സി.പി.എം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ജില്ലാ കേന്ദ്രങ്ങളിലും വയനാട് ജില്ലയിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കണ്ണൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ആ കോൺഗ്രസും ബി.ജെ.പിയും ഇപ്പോൾ അവരുടെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ച ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ്. ഈ ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ, ഈ ഇടതുപക്ഷ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് വളർത്തിയെടുക്കാനും വിപുലീകരിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി അജണ്ടയാണ് മാധ്യമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. ഹൃദയശൂന്യമായ സംഘപരിവാർ രാഷ്ട്രീയം ബോധപൂർവം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ കേരള വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രചാരവേലയാണത്. അതാണ് എങ്ങനെ കളവ് പറയണം, എങ്ങനെ നുണ സൃഷ്ടിച്ചെടുക്കണം. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ നുണ ഫാക്ടറികളാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തെ ചിലവായി ചിത്രീകരിച്ചാണ് ഒരുപറ്റം മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയത്. ഇത് ഏറ്റെടുത്തായിരുന്നു യു.ഡി.എഫും ബി.ജെ.പിയും സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപക പ്രചാരണം അഴിച്ചുവിട്ടത്. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയും എൽ.ഡി.എഫ് നേതാക്കളും ഉയർത്തിയത്. ഈ വ്യാജ വാർത്താ പ്രചരണം തുറന്നുകാട്ടാനാണ് സി.പി.ഐ.എം പ്രതിഷേധ സംഗമം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.